ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ദിസ് ഈസ് വിപിൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്കാം സ്റ്റോറിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് സ്കാംസ് നടക്കുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോറി പറയാനുള്ള ഒരു പ്രത്യേക കാരണം, നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാർക്കറ്റ് മുകളിലേക്കായിരുന്നു. നല്ലൊരു ബുൾ മാർക്കറ്റ് ആയിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട്. അതിനുശേഷം ഇപ്പോൾ മാർക്കറ്റ് സൈഡ് വേസ് ടു ഡൗൺ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള സമയത്ത് ഒരുപാട് ആൾക്കാർ മാർക്കറ്റിൽ ട്രാപ്പായി കിടക്കുന്നുണ്ട് പല പല സ്ഥലങ്ങളിൽ, പല പല സ്റ്റോക്കുകളിൽ. ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ എങ്ങനെയാണ് സ്റ്റോക്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്, സ്പെഷ്യലി ഇതുപോലെയുള്ള സ്കാം കമ്പനീസ് എങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. സോ ആ കാര്യങ്ങൾ നമുക്ക് എൻഡിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യം ഈ സ്കാം എന്താണെന്ന് നോക്കാം. രസകരമായിട്ടുള്ളൊരു കഥയാണ് ശരിക്കും ഇത്. ഈ ഒരു കമ്പനി 2019 ജൂലൈ BSE ഇൻഫോം ചെയ്യുകയാണ്, ഞങ്ങൾക്കൊരു കോൺട്രാക്റ്റ് കിട്ടി. $65 മില്യൺ കോൺട്രാക്റ്റ് ആണ്. ജപ്പാനിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫാർമ കമ്പനി നിപ്പോൺ ഷിന്യാക്കു എന്ന് പറയുന്ന കമ്പനിയായിട്ടാണ് ഈ ഡീൽ. ഇതൊരു സപ്ലൈ ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ഡീലാണ് ഫോർ ദ നെക്സ്റ്റ് 5 ഇയേഴ്സ്. സോ ആസ് പെർ ദ ഡീൽ, ഈ നെക്സ്റ്റ് 5 ഇയേഴ്സിൽ ഈ കമ്പനി, ഈ ഇന്ത്യൻ കമ്പനി, ഈ നിപ്പോൺ എന്ന് പറയുന്ന കമ്പനിക്ക് സാക്കോബൈറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കണം. ഇതാണ് ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റ്. അപ്പോൾ അതിനാണ് ഇത്രയും വലിയൊരു എമൗണ്ടിൻ്റെ കോൺട്രാക്റ്റ് വന്നിട്ടുള്ളത്. നമുക്കറിയാം സാധാരണ ഇതുപോലെയുള്ള ന്യൂസ്, സ്പെഷ്യലി BSEയിലേക്ക് ഒഫീഷ്യലി വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും മാർക്കറ്റിൽ. ഇവിടെ അത് തന്നെ സംഭവിച്ചു. മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി വിത്തിൻ 2-3 ഡേയ്സ് 2 രൂപ ഉണ്ടായിരുന്ന ഈ പെന്നി സ്റ്റോക്ക് 3 രൂപയുടെ അടുത്തേക്ക് എത്തി. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 45-50% ഇൻക്രീസ്. ഇത് 2 ദിവസം കഴിയുമ്പോഴാണ് ആക്ച്വലി ഇതിൻ്റെ എക്സാക്ട് സ്റ്റോറി പുറത്തു വരുന്നത്. നിങ്ങൾ മൂവിയൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ലോർഡ് ഓഫ് ദി റിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മിത്രിൽ എന്ന് പറയുന്നൊരു മെറ്റലിനെ കുറിച്ച് പറയുന്നുണ്ട്, റൈറ്റ്? വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെറ്റൽ. അതുപോലെ അവഞ്ചേഴ്സ് ഫാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാം, ബ്ലാക്ക് പാന്തർ വക്കാണ്ടയിൽ അവർ യൂസ് ചെയ്യുന്ന വൈബ്രേനിയം, റൈറ്റ്? ഇത് രണ്ടും ഇപ്പോൾ എന്തിനാണ് ഞാൻ ഇവിടെ പറയുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ശരിയാണ്. ഈ സാക്കോബൈറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല. ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ സ്കാമിൻ്റെ ലെവൽ. അതായത് ഈ കമ്പനി BSE ഒഫീഷ്യലി അറിയിക്കുകയാണ്, ഞങ്ങൾ സാക്കോബൈറ്റ് ഈ നിപ്പോൺ എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുക്കാൻ പോവുകയാണ്. വിത്തിൻ 2 ഡേയ്സ് ആൾക്കാർ, ഇതാണ് ഞാൻ പറയുന്നത്, സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ചാടി വീഴും. അത് സത്യമാണോ, എന്താണ് അതിൻ്റെ ജെന്യൂനിറ്റി, ഒന്നും ചിന്തിക്കില്ല. ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ നോർമലി നടക്കുന്ന കാര്യം. സോ 2 ദിവസം കഴിയുമ്പോഴേക്ക് ന്യൂസ് പുറത്തു വന്നു, ഇത് ഫേക്ക് ആണ് എന്നുള്ള ന്യൂസ് പുറത്തു വന്നു. മാർക്കറ്റ് വീണ്ടും ഫാളായി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സോ ഓക്കെ, അപ്പോൾ അതോടെയൂടെ ഈ കമ്പനി പൂട്ടിപ്പോയിട്ടുണ്ടാവുമെന്ന്. നോ. അതിനുശേഷം എന്താ സംഭവിച്ചത്? സെബി ഇവർക്കൊരു ഫൈൻ കൊടുക്കുകയാണ്. ഒരു 90 lakhs ഫൈനും ഒരു 2 വർഷത്തേക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള ബാനും. ഇതാണ് ഇവരുടെ പനിഷ്മെൻറ്റ്. അതായത് റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാരെ കാറടിച്ച് കൊന്ന ടീംസിനോട് essay എഴുതാൻ പറഞ്ഞ പനിഷ്മെൻറ്റ് പോലെയാണ് ഈ ഫൈനും. അതിനുശേഷം കമ്പനി വീണ്ടും ആക്റ്റീവായി. കമ്പനി ട്രേഡിംഗ് നടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 20% മാത്രമാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ്. സോ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കഴിഞ്ഞ് ഇവരൊരു പാഠം പഠിച്ചു എന്നുള്ളത്. നോ. 2 വർഷം കഴിയുമ്പോഴേക്ക് അടുത്ത ന്യൂസ് വരികയാണ്, ഈ കമ്പനിക്ക് ടെസ്ലയായിട്ട് വലിയൊരു കോൺട്രാക്റ്റിൽ ഇവർ ഏർപ്പെടാൻ പോവുകയാണ്. സോ എഗെയിൻ ആ ടൈമിൽ ഈ കമ്പനി മുകളിലേക്ക് പോയത് ഓൾമോസ്റ്റ് 60-65% ആണ്. ഇത്രയും മുകളിലേക്ക് പോയി. നമുക്കറിയാം ഇതുപോലെ പോകുന്ന സമയത്ത് ഒരുപാട് റീറ്റെയിലേഴ്സ് അറ്റ് ദ എൻഡിലായിരിക്കും ചാടി കയറുക. സോ സ്വാഭാവികമായിട്ടും പ്രൊമോട്ടേഴ്സും ബാക്കിയുള്ള അതായത് ഈ പ്ലാൻ ചെയ്ത ആൾക്കാരൊക്കെ കൂടി ഇത് ഡംപ് ചെയ്തു. മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നു. ഈ സമയത്ത് നടന്ന സ്കാം എന്താണെന്ന് വെച്ചാൽ, ഇതിന് സ്കാമെന്ന് നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റില്ല. ഒരു ന്യൂസ് വന്നു, ഇവർ ടെസ്ലയായിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് കിട്ടുന്നുണ്ടെന്നുള്ളത്. ബട്ട് പിന്നെയാണ് മനസ്സിലാവുന്നത് ഇതെന്ന് പറഞ്ഞാൽ എലോൺ മസ്കിൻ്റെ ടെസ്ലയല്ല, ഡൽഹിയിൽ കിടക്കുന്ന ഏതോ ഒരു ചെറിയ കമ്പനിയാണ്. അവർക്ക് US-ലും ബ്രാഞ്ചസ് ഉണ്ട്, അവരൊരു ബാറ്ററി കമ്പനിയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ബട്ട് എക്സാക്ട് ട്രൂത്ത് എന്താണെന്ന് ആർക്കും അറിയില്ല. എനിവേ വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു. ഈ 2 സ്ഥലങ്ങളിലും ആരാണ് ആക്ച്വലി പെട്ടുപോകുന്നത്? അത് റീറ്റെയിലേഴ്സാണ്, റൈറ്റ്? ഈ പമ്പ് ആൻഡ് ഡംപ് സ്കീമിൻ്റെ പമ്പ് എന്നും പറയുന്നതിൻ്റെ എൻഡിൽ വരുന്ന ആൾക്കാരാണ് റീറ്റെയിലേഴ്സ്. ഡംപ് ചെയ്യുമ്പോൾ അത് വാങ്ങുന്ന ആൾക്കാരാണ് റീറ്റെയിലേഴ്സ്. സോ കുറച്ച്, അധികമൊന്നും വേണ്ട, കുറച്ച് ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ പെടാതിരിക്കാൻ പറ്റും. പിന്നെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആക്ച്വലി ഒന്നും നടക്കാറില്ല. കാരണം ആ കമ്പനി ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഊർജ ഗ്ലോബൽ എന്നാണ് ആ കമ്പനിയുടെ പേര്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ഒരുപാട് സ്കാം ഡെയിലി ബേസിസിൽ നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു കേസിൽ ഇത് മനസ്സിലായതെന്താണെന്ന് വെച്ചാൽ, അതായത് എക്സിസ്റ്റ് ചെയ്യാത്തൊരു മെറ്റീരിയൽ ഇവർ സപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു. സാക്കോബൈറ്റ് എന്ന് പറയുന്ന സാധനം പീരിയോഡിക് ടേബിളിൽ പോലും ഇല്ല. അതുകൊണ്ടാണ് ഇത് പിടിക്കപ്പെട്ടത്. പക്ഷെ നമുക്കറിയാം, നമുക്കറിയുന്ന വേറെ പല കമ്പനീസും ഉണ്ടാവും, അവരുടെ കാര്യങ്ങളൊക്കെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഞാനിത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ പറയാം. ഫസ്റ്റ് തിങ്, ഞാൻ പെന്നി സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യാറില്ല. എൻ്റെ സ്കാനിൻ്റെ ഒരു ബേസിക് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് സ്റ്റോക്സ് ഹയർ ദാൻ 100 rupees എന്നുള്ളതാണ്.
ഇനി 100 റുപ്പീസിൻ്റെ മുകളിലുള്ള ഒരുപാട് സ്റ്റോക്സിൽ ഇതുപോലെ കാര്യങ്ങൾ നടക്കാം. നമ്മളിതൊന്നും ഒരിക്കലും അറിയുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ന്യൂസ് പുറത്ത് വന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞു, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് അറിയുമായിരുന്നില്ല. റൈറ്റ്? അങ്ങനെ എത്ര സ്റ്റോറീസ് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ ഓൾറെഡി നടക്കുന്നുണ്ടാവും, നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും, ഇനി നടക്കാൻ പോകുന്നുണ്ടാവും. ആസ് എ ട്രേഡർ ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ടെക്നിക്കൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, ഫണ്ടമെൻ്റൽ യൂസ് ചെയ്യാറില്ല. കാരണം ഒരിക്കലും വേറെ ഒരാൾ പറഞ്ഞിട്ട്, അതായത് ഇതിനിങ്ങനെ ഒരു കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വെച്ച് ട്രേഡ് എടുക്കുന്ന ഒരാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ചാർട്ടിൽ എന്താണോ പറയുന്നത് ആ ചാർട്ട് ബേസ്ഡ് ട്രേഡ് മാത്രമാണ് ഞാൻ എടുക്കാറുള്ളത്. അതിന് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സപ്പോസ് ഇത് സ്കാം ആണെന്ന് തന്നെ വിചാരിച്ചോളൂ. കാരണം ഞാനിത് സ്റ്റോറി കേട്ടിട്ട് ഏറ്റവും ടോപ്പിൽ പോയി വാങ്ങുന്ന ഒരാളല്ല. ഞാൻ വളരെ വാല്യൂ ആയിട്ടുള്ള സമയത്ത് മാത്രമാണ് സ്റ്റോക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് എൻ്റെ സ്റ്റോപ്പ് ലോസ് ചെറുതായിരിക്കും. സോ സ്വാഭാവികമായിട്ടും അത് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പാർഷ്യലി ബുക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് മാറും. സോ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതുപോലെയുള്ള സ്റ്റോക്ക് ഒരിക്കലും ഒരു പ്രശ്നമായി മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഒരു സ്കാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ബോധേഡാവാറില്ല. കാരണം ചാർട്ടിൽ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്യുക എന്നാണ് എൻ്റെ മെത്തേഡ്. ഞാനും അത് തന്നെയാണ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു സെറ്റപ്പ് മാർക്കറ്റിൽ വരുന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവായിട്ട് ആ ട്രേഡ് എടുക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഉണ്ട്, കറക്റ്റ് ഇതുണ്ട്, മറ്റൊരാൾ പറഞ്ഞതുകൊണ്ടല്ല നമ്മൾ ട്രേഡ് എടുക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും അവിടെ ഇനി അഥവാ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടെങ്കിലും ദാറ്റ്സ് ഓക്കെ. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ഒരുപാട് ട്രേഡിൽ ഒരു ട്രേഡ് മാത്രമായിട്ട് അതും മാറും. അതല്ലാതെ ഇതുപോലൊരു സ്റ്റോറി കേട്ട് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങി 60% പോകുമ്പോഴും യു ആർ സ്റ്റിൽ ഹോൾഡിംഗ്, അതിനുശേഷം തിരിച്ച് താഴേക്ക് വരുമ്പോൾ യു ആർ സ്റ്റിൽ ഹോൾഡിംഗ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഈ ഊർജ ഗ്ലോബൽ എന്ന് പറയുന്ന ഈ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് 40 റുപ്പീസ് വരെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് 12-13 ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറി കേട്ട് ചാടിക്കേറി മോസ്റ്റ്ലി അവർ ഡംപ് ചെയ്യുന്നത് നമ്മളെപ്പോലെയുള്ള റീറ്റെയിലേഴ്സിലേക്കായിരിക്കും. അപ്പോൾ ആ ഒരു റീറ്റെയിലർ ആവാതിരിക്കുക. ഞാൻ പറഞ്ഞു 95% ഓഫ് ദ പീപ്പിൾ ആർ ലൂസിങ് മണി. സോ ആ 95% ഒരാളാവാതിരിക്കുക. ഈ ഊർജ ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനി ആദ്യത്തെ സ്കാമിൻ്റെ സമയത്ത് നോർമലി 1 lakh ഡെയിലി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ഒരു ദിവസം ട്രേഡ് ചെയ്തത് ഓൾമോസ്റ്റ് 90-95 lakhs ആണ് വോളിയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആരായിരിക്കും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടാവുക? ഡെഫിനറ്റ്ലി അവർ സെല്ല് ചെയ്തിട്ടുണ്ടാവും, ബട്ട് അത് വാങ്ങാനും ആൾക്കാരുണ്ടായിരുന്നില്ലേ? ഇതാണ് പറയുന്നത്, നമ്മൾ വളരെ പ്ലാൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യുക, ഒബ്ജക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുക. ആൻഡ് പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാ സമയത്തും ടെക്നിക്കൽസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങളെ ഒരു ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള സ്കാംസിൽ നിന്നും സേവ് ചെയ്യും. സോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.